നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 26, അതായത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥി. ഇന്നാണ് ഭക്തജനങ്ങൾ ശിവാലയം ഓടുന്നത്. ഈ ശിവാലയ ഓട്ടവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ, അതായത് 1986-91 കാലഘട്ടങ്ങളിൽ ധനവച്ചപുരം കോളേജിൽ പഠിച്ചിരുന്ന സുഹൃത്തുക്കൾ കുറച്ചു പേർ ചേർന്ന് ശിവാലയം ഓടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തിരുവനന്തപുരത്ത് നിന്നും യാത്ര ആരംഭിക്കുന്നു. വാഹനം തിരുവനന്തപുരം, ബാലരാമപുരം, നെയ്യാറ്റിൻകര, ഉദിയംകുളങ്ങര, പാറശാല ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ വാഹനം എത്തുന്ന മുറയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കൾ വഴിയിൽ നിന്നും വാഹനത്തിൽ കയറുന്നതാണ്. ശിവാലയവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലൊന്ന് ഭസ്മാസുരനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഭസ്മാസുരൻ തപസ് ചെയ്യുന്നു, ശിവനെ പ്രസാദിപ്പിക്കുന്നു. പ്രത്യക്ഷപ്പെട്ട മഹാദേവനോട് ഭസ്മാസുരൻ താൻ സ്പർശിക്കുന്നതെല്ലാം ഭസ്മമാകണം എന്ന ഒരു വരം ചോദിക്കുന്നു. മഹാദേവൻ വരം നൽകുന്നു. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് കരുതി ഭസ്മാസുരൻ നേരെ മഹാദേവൻ്റെ അടുത്തേക്ക് പോകുന്നു. അപകടം മനസ്സിലാക്കിയ മഹാദേവൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കുറേ സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്നതിനിടയിൽ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം വിശ്രമിക്കുന്നു. പ്രത്യേകിച്ച് 12 സ്ഥലങ്ങളിൽ. ഈ 12 സ്ഥലങ്ങളും പിന്നീട് മഹാശിവക്ഷേത്രങ്ങളായി മാറി എന്നാണ് സങ്കല്പം. എന്നാൽ ഈ കഥയുടെ അവസാനം മഹാവിഷ്ണു തന്നെ മോഹിനി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭസ്മാസുരനെ നൃത്തം അഭ്യസിപ്പിക്കുകയും മുദ്രകൾ കാട്ടുന്നതിനിടയിൽ സ്വയം സ്പർശിച്ച് ഭസ്മാസുരൻ ഭസ്മമായി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കാം ശിവാലയ ഓട്ടത്തിൻ്റെ അവസാനത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ശങ്കരനാരായണ ക്ഷേത്രമാണ്. അവിടെ വിഷ്ണുവും ശിവനും വ്യത്യസ്ത ഭാവങ്ങളിൽ നിലനിൽക്കുന്നു എന്നർത്ഥം. ശിവാലയവുമായി ബന്ധപ്പെട്ട് വീണ്ടും പല കഥകളുണ്ട്. അതിലൊന്ന് ഭീമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പാണ്ഡവന്മാർ അശ്വമേധയാഗം നടത്തുന്നു. അശ്വമേധയാഗം നടത്തുന്നതിനായിട്ട് യജ്ഞ ആചാര്യനായിട്ട് വ്യാഘ്രപാദ മുനിയെ ക്ഷണിക്കാൻ കൃഷ്ണൻ ഭീമനോട് പറയുന്നു. ഭീമൻ അത് അനുസരിച്ച് വ്യാഘ്രപാദ മുനിയെ ക്ഷണിക്കാൻ പോകുന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം നല്ല തപസ്സിലാണ്. ഉണർത്തുന്നതിനായി ഗോവിന്ദ, ഗോപാല എന്ന് വിളിക്കുന്നു. ശബ്ദം കേട്ട് കോപിഷ്ഠനായി അദ്ദേഹം ഉണരുന്നു. ഉണർന്ന് അദ്ദേഹം ഭീമനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. വ്യാഘ്രപാദ മുനി എന്ന് പറയുന്നത് ഗൗതമ മുനിയാണ്. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഭീമസേനൻ പല സ്ഥലങ്ങളിലായി കൃഷ്ണൻ കൊടുത്തുവിട്ട രുദ്രാക്ഷങ്ങൾ നിക്ഷേപിക്കുന്നു. ഈ രുദ്രാക്ഷം വീണ സ്ഥലങ്ങൾ വീണ്ടും ശിവലിംഗമായി രൂപപ്പെടുകയും അവിടെയെല്ലാം വ്യാഘ്രപാദൻ പൂജ നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു കഥയും ഈ ശിവാലയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ശിവാലയ ഓട്ടത്തിൽ ഭക്തജനങ്ങൾ ആദ്യമായി എത്തുന്നത് തിരുമല മഹാദേവ ക്ഷേത്രത്തിലാണ്. തിരുവനന്തപുരത്ത് നിന്നും 50 കിലോമീറ്റർ നാഗർകോവിൽ റൂട്ടിൽ സഞ്ചരിച്ച് കുഴിത്തുറയിലെത്തി മാർത്താണ്ഡം മേൽപ്പാലത്തിനടിയിൽ കൂടി വലതുവശത്തേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുമല മഹാശിവക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ഇവിടെ ഭഗവാൻ സൗമ്യഭാവത്തിലാണ് കുടികൊള്ളുന്നത്. വജ്രദംഷ്ടം ത്രിനയനം കാലഖണ്ഡമരിന്തമം സഹസ്രകരം അത്യുഗ്രം വന്ദേ ശംഭു ഉമാപതിം അഥാവരം സർവപുരാണഗുഹ്യം നിശേഷ പാപൗഗഹരം പവിത്രം ജയപ്രദം സർവവിമൽപ്രമോചനം വക്ഷ്യാമി ശൈവം കവചം ഹിതായതേ. ഓം നമഃ ശിവായ. ശിവാലയ ഓട്ടത്തിൽ ഭക്തജനങ്ങൾ രണ്ടാമതായി എത്തിച്ചേരുന്നത് തിക്കുറിശ്ശി മഹാദേവ ക്ഷേത്രത്തിലാണ്. തിരുമലയിൽ നിന്ന് മാർത്താണ്ഡം പോലീസ് സ്റ്റേഷൻ റോഡിലൂടെ 13 കിലോമീറ്റർ സഞ്ചരിച്ച് ചിതറാനിലേക്കുള്ള വഴിയിൽ താമ്രവർണ്ണി നദിക്കരയിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. തിക്കുറിശ്ശി മഹാദേവ ക്ഷേത്രം. ഇവിടെയും ഭഗവാൻ സൗമ്യഭാവത്തിലാണ്
കുടികൊള്ളുന്നത്. നമസ്കൃത്വാ മഹാദേവം വിശ്വവ്യാപിനമീശ്വരം ഭക്ഷേ ശിവമയം വർമ്മം സർവരക്ഷാകരം നൃണാം ശുചൗദേശേ സമാസീനോ യഥാവത് കൽപ്പിതാസന ജിതേന്ദ്രിയോ ജിതപ്രാണച്ഛിതയേ ശിവ അഭയം. ഓം നമഃ ശിവായ. തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. ചിതറാൾ, അരുമന, കളിയൽ വഴി 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന് കരയിലുള്ള ശിവാലയ ഓട്ടത്തിലെ 3ാമത്തെ ക്ഷേത്രമായ തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ഇവിടെ ഭഗവാൻ പടിഞ്ഞാറ് ദർശനത്തിൽ കുടികൊള്ളുന്നു. ഉഗ്രമൂർത്തിയായിട്ടാണ് കുടികൊള്ളുന്നത്. അദ്ദേഹം ജടാധരനാണ്. ഹൃത്പുണ്ഡരീകാന്തര സന്നിവിഷ്ടം സ്വതേജസാവ്യാപ്ത നഭോവകാശം അതീന്ദ്രിയം സൂക്ഷ്മമനന്തമാദ്യം ധ്യായേത് പരാനന്ദമയം മഹേശം. ഓം നമഃ ശിവായ. തിരുനന്ദിക്കര മഹാദേവ ക്ഷേത്രം. തൃപ്പരപ്പിൽ നിന്നും കുലശേഖരം വഴി 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ശിവാലയ ഓട്ടത്തിലെ 4ാമത്തെ ക്ഷേത്രമായ തിരുനന്ദിക്കര മഹാദേവ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ഇവിടെ മഹാദേവൻ നന്ദികേശ്വരനാണ്. ധ്യാനാവധൂതാം അഖിലകർമ്മബന്ധശ്ചിരം ചിദാനന്ദ നിമഗ്ന ചെയ്ത ഷഡക്ഷരന്യാസ സമാഹിതാത്മാ ശൈവേന കുര്യാത് കവചേന രക്ഷ. പൊന്മന മഹാദേവ ക്ഷേത്രം. തിരുനന്ദിക്കര ക്ഷേത്രത്തിൽ നിന്നും കുലശേഖരം പെരിഞ്ചാണി റോഡിലൂടെ 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ശിവാലയ ഓട്ടത്തിലെ 5ാമത്തെ ക്ഷേത്രമായ പൊന്മന മഹാദേവ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ഇവിടെ മഹാദേവൻ തിമ്പിലേശ്വരനാണ്. സൗമ്യഭാവത്തിലാണ് കുടികൊള്ളുന്നത്. മാം പാതുദേവോ അഖിലദേവതാത്മാ സംസാരകൂപേ പതിതം ഗഭീരേ തന്നാമദിവ്യം വരമന്ത്രമൂലം ധുനോതുമേ സർവമഖം ഹൃദിസ്ഥം. പന്നിപ്പാകം മഹാദേവ ക്ഷേത്രം. 5ാമത്തെ ക്ഷേത്രമായ പൊന്മല മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ബാലിയാറ്റ് മുഖം വഴി മുട്ടയ്ക്കാട് കവലയിലൂടെ 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പന്നിപ്പാകം മഹാദേവ ക്ഷേത്രത്തിലെത്താം. ഇവിടെ മഹാദേവൻ കിരാതമൂർത്തിയായിട്ട് കുടികൊള്ളുന്നു. സർവത്ര മാം രക്ഷതു വിശ്വമൂർത്തി ജ്യോതിർമയാനന്ദ കനശ്ചിതാത്മാ അണോരണീയാനൊരു ശക്തിരേഖ സ ഈശ്വരപാദ ഭയാദശേഷാത്. ശിവാലയ ഓട്ടത്തിലെ 7ാമത്തെ ക്ഷേത്രമാണ് കൽക്കുളം മഹാദേവ ക്ഷേത്രം. പത്മനാഭപുരം കൊട്ടാരത്തിനരികിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് 6ാമത്തെ ക്ഷേത്രമായ പന്നിപ്പാകം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ മഹാദേവൻ നീലകണ്ഠനായിട്ട് കുടികൊള്ളുന്നു. യോ ഭ്രുസ്വരൂപേണ വിഭർത്തി വിശ്വം പായാർസഭൂമിർ ഗിരിശിഷ്ടമൂർത്തി യോ പാംസരൂപേണ നൃണാം കരോതി സഞ്ജീവനം സോ അവതുമാം ജലേഭ്യ. മേലാങ്കോട് മഹാദേവ ക്ഷേത്രം. കുമാരകോവിലിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മേലാങ്കോട് യക്ഷിയമ്പലം. ഈ അമ്പലത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം ദൂരെയായ ഈ മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവൻ കാലകാലനായി കുടികൊള്ളുന്നു. പ്രദീപ്ത വിദ്യൻ കനകാഭവാസോ വിദ്യാവരാഭീതി കുഠാരവാണി ചതുർമുഖസ്ഥ പുരുഷസ്ഥ നേത്ര പ്രാച്യാം സ്ഥിതം രക്ഷതുമാമജസ്ര. തിരുവിടയ്ക്കോട് മഹാദേവ ക്ഷേത്രം. ദേശീയപാതയിൽ വില്ലുക്കുറിക്ക് സമീപമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് മേലാങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൂരം ഏകദേശം 5 കിലോമീറ്ററാണ്. ഇവിടെ ഭഗവാൻ പരമശാന്ത സ്വരൂപനായി ജഡയപ്പൻ എന്ന ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഖണ്ഡം ഗിരീശോ ഒരു നീലകണ്ഠ പാണിദ്വയം പാതു പിനാകവാണി ദോർമൂലമവ്യാൻ മമ ധർമ്മബാഹുർ ഭക്ഷസ്ഥലം ദക്ഷമുഖാന്തഗോവ്യാത്. തിരുവിതാംകോട് മഹാദേവ ക്ഷേത്രം. ശിവാലയ ഓട്ടത്തിലെ 10ാമത്തെ ക്ഷേത്രം. തിരുവിടയ്ക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും തക്കല കേരളപുരം വഴി ഈ ക്ഷേത്രത്തിലെത്താൻ ഏകദേശം 9 കിലോമീറ്റർ ദൂരം മാത്രം. ഇവിടെ ഭഗവാൻ പരിധിപണി എന്ന സങ്കല്പത്തിലാണ് കുടികൊള്ളുന്നത്. മൂർധാനമവ്യാൻ മമ ചന്ദ്രമൗലിർ ബാലം മമ വ്യാധത ബാലനേത്ര നേത്രേ മമ വ്യാത് ഭഗനേത്രഹാരി നാസാം സദാ രക്ഷതു വിശ്വനാഥ.
ഓം നമഃ ശിവായ. തൃപ്പന്നിക്കോട് മഹാദേവ ക്ഷേത്രം ശിവാലയ ഓട്ടത്തിലെ 11ാമത്തെ ക്ഷേത്രം. 10ാമത്തെ ക്ഷേത്രമായ തിരുവിതാംകോട് മഹാക്ഷേത്രത്തിൽ നിന്നും കോഴിക്കോട് പള്ളിയാടി വഴി 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ തൃപ്പന്നിക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ എത്താം. ഇവിടെ ഭഗവാൻ ആശ്രിതവത്സലനായി കുടികൊള്ളുന്നു. തിഷ്ടന്തമവ്യദ്ഭുവനേകനാഥ പായാത്പ്രജം തം പ്രഥമാദിനാഥ വേദാന്തവേദ്യോ അവതു മാം നിഷണ്ണാം മാമവ്യയപ്പാതു ശിവശയാനാം. തിരുനട്ടാലം മഹാദേവ ക്ഷേത്രം ശിവാലയ ഓട്ടത്തിൽ 12ാമത്തെ ക്ഷേത്രം, അതായത് അവസാനത്തെ ക്ഷേത്രം. തൃപ്പന്നിക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്താം. ഒരു കുളത്തിന് ചുറ്റും കിഴക്കും പടിഞ്ഞാറുമായി ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രത്യേക ക്ഷേത്രങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഭഗവാൻ അർദ്ധനാരീശ്വരനാണ്. ഓം നമോ ഭഗവതേ സദാശിവായ സകലതത്വാത്മകായ സർവമന്ത്രസ്വരൂപായ സർവയന്ത്ര അധിഷ്ഠിതായ സർവതത്വവിദൂരായ ബ്രഹ്മരുദ്രാവതാരിണേ നീലകണ്ഠായ നമോ നമഃ. 12ാമത്തെ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ മടക്കയാത്രയ്ക്കായി ദേശീയപാതയിൽ ഏകദേശം 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പ്രധാന ജംഗ്ഷനായ മാർത്താണ്ഡത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഓം നമഃ ശിവായ. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള കഥകൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനം പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. അതായത് ജരാനരകൾ ബാധിക്കാതിരിക്കുന്നതിനും അമരത്വം നേടുന്നതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞു. വാസുകി എന്ന സർപ്പദേവനെയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായ കാളകൂട വിഷം, സർപ്പദേവൻ്റെ വായിൽ നിന്ന് ഉത്ഭവിച്ച കാളകൂട വിഷം കണ്ഠത്തിൽ വഹിച്ചപ്പോൾ വിഷത്തിൻ്റെ വീര്യം കൊണ്ട് മഹാദേവൻ മോഹാലസ്യപ്പെട്ടു വീണു. മഹാദേവൻ്റെ ജീവന് വേണ്ടി സമസ്ത ദേവന്മാരും ദേവിമാരും ഉപവാസത്തോടെ ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ച രാത്രിയുടെ ഓർമ്മയ്ക്കായാണ് നാം ശിവരാത്രി ആചരിക്കുന്നത്. ആ ദിവസത്തിൽ രാത്രിയിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നതും ഹിന്ദു ആചാരവിധി പ്രകാരം അതിവിശിഷ്ടമായ ഒരു കർമ്മമായി ഭക്തജനങ്ങൾ കരുതിപ്പോരുന്നു. വടക്കേ ഇന്ത്യയിലും ഭക്തജനസഹസ്രങ്ങൾ ഗംഗയിൽ നിന്ന് ജലം ശേഖരിച്ച് കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ച് പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ പോയി അഭിഷേകം നടത്തുന്നത് ഈ പൂജയുടെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോരുന്നു. ഓം നമഃ ശിവായ. ശിവായ നമഃ.